വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇത്രയ്ക്ക് പ്രയാസമായിപ്പോയി. പണ്ട് പൊടിക്കുഞ്ഞുങ്ങളാ ഉള്ളത്. അവധി കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകവെയാണ് ട്രെയിനിൽ നിന്ന് വീണ് സൈനികന് മരണം സംഭവിച്ചത്. കൊട്ടാരക്കര കുളക്കട സുദർശനത്തിൽ എസ് അഖിൽബാബുവാണ് മരണപ്പെട്ടത്. 33 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 11:40 മഹാരാഷ്ട്രയിലെ നവി മുംബൈ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അഖിൽബാബുവിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടം. ആഹാരം വാങ്ങാൻ പുറത്തിറങ്ങിയ ശേഷം തിരികെ ട്രെയിനിലേക്ക് കയറുന്നതിനിടെ കാൽവഴുതി ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീഴുകയായിരുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ധീരനായ ഒരു സൈനികനായിരുന്നു. ഏത് കാര്യത്തിനും റെജിമെന്റിലും അതോടൊപ്പം നാട്ടിലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ അഖിലിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം യൂണിറ്റിലേക്ക് പോസ്റ്റിംഗ് പോകുന്ന സമയത്ത് ആക്സിഡന്റിലാണ് അദ്ദേഹം നമ്മളോട് വിട പറയുന്നത്. വണ്ടി നിർത്തിയ സമയത്ത് ആഹാരത്തിന് വേണ്ടിയിട്ട് അവൻ പുറത്തിറങ്ങുകയും ആഹാരം മേടിച്ചു വരുന്ന സമയത്ത് തന്നെ വണ്ടി മൂവായ സമയത്ത് ആഹാരമായിട്ട് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയും ട്രെയിനിൽ നിന്ന് സ്ലിപ്പായി താഴോട്ട് വീഴുകയായിരുന്നു. ഈ നാടിനെ ഏറ്റവും നടുക്കിയ ഒരു സംഭവമാണ്. കാരണം ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ച് അനിയൻ്റെ വിവാഹമാണ് അടുത്ത മാസം. ആ അനിയൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞ് നിലവിൽ ജോലി ചെയ്തിരുന്നിടത്തുനിന്ന് ജമ്മുവിലെ ലേയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് പനവേലിൽ വെച്ച് സംഭവം ഉണ്ടാകുന്നത്. ഒരു ജവാനാണ് പോയത്, നമ്മുടെ നാടിൻ്റെ ഒരു ജവാൻ. അതും ഒരിക്കലും മറക്കാനോ പറ്റില്ല. നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞാലും നമുക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു ദുഃഖമായി പോയി. എല്ലാവരോട്ടും നല്ല സഹകരണമുള്ള പിള്ളേരാണ്. വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇത്രയ്ക്ക് പ്രയാസമായിപ്പോയി. പണ്ട് പൊടിക്കുഞ്ഞുങ്ങളാ ഉള്ളത്. അതിനി അങ്ങനെ ജീവിക്കും, മുമ്പോട്ടുള്ള ജീവിതമൊക്കെ അത് ഭയങ്കര പ്രയാസമല്ലേ. നമുക്കൊന്നും നമുക്കുണ്ട് കുഞ്ഞുങ്ങൾ. നോക്കുമ്പം താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിന് തൊട്ട് കുറേ ദിവസം 10-40 ദിവസം കൊണ്ട് ലീവിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോയി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. സഹോദരന്റെ കല്യാണം ഏപ്രിൽ 21-നാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അമ്മയും. അനിയൻ ഖത്തറിലോ ദുബൈയിലോ എവിടെയാണ്. അപ്പം 2 ആൺകുട്ടികൾ. ആ പയ്യൻ വളരെ മിടുക്കനായിരുന്നു. പെട്ടെന്ന് തന്നെ ജോലി കിട്ടുകയും ലീവ് കഴിഞ്ഞ് പോസ്റ്റിങ്ങിനായി ലേയിലേക്ക് പോയ സമയത്താണ്, പൊൻവേലിൽ വെച്ച് ഫുഡ് വാങ്ങാനായി ഇറങ്ങിയ സമയത്താണ് മരണമെന്നാണ് പറഞ്ഞത്.